ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, അല്ല എങ്കിൽ ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റു ചില സന്തോഷങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വേർപെട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ ദൈവികമായ ചിന്തകളിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കണം, എന്നിട്ട് കുറച്ച് ആത്മീയതയിലേക്ക് മുന്നോട്ട് പോകണം, അവിടെ നിന്ന് ഒരു മനഃശാന്തി ലഭിക്കുമല്ലോ. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് തന്നെയും ഒന്ന് മാറിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത്, അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സാണ്. അവിടെ നമുക്ക് 2-3 കാർഡ്സ് വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാം. പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹത്തിലിരുന്നിട്ട് കുറച്ചൊന്ന് വിട്ടുപോയ എനർജി ഉണ്ടാവണം ഇവിടെ. അതായിരിക്കണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള വിഷമത്തിൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു സക്സസ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു മനഃശാന്തി ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ വിഷമം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനഃശാന്തി ലഭിക്കാൻ വേണ്ടി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടാവാം. അതുപോലെ അല്ല എങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയിട്ടുണ്ടാവാം. ഇനി അവിടെ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടാവാം, നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ. അപ്പൊ അങ്ങനെ എങ്ങാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും ഈ ഒരു സമയത്ത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഇനി ഇതുമല്ല എങ്കിൽ ദൈവികമായ എന്തോ ഒന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു കാര്യമാകാം. അതല്ല, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആവാം. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് പ്രേ ചെയ്യുന്നുണ്ടാവാം, അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയം വരുന്നുണ്ട്. സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു വാൻസിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതലായിട്ടും കോൺഫിഡന്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പരാജയമാണ്, അതുകൊണ്ട് പല കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങ് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിൽ പരാജയം അനുഭവിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെയും സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് നല്ലതുപോലെ പരിശ്രമിച്ച് മുന്നോട്ട് വിജയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എക്സാമിനേഷൻ എഴുതിയിട്ട് സക്സസ് നോക്കിയിരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഒരു പോസിറ്റീവായ റിസൾട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്കൊക്കെ ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിജയം വരാം. നിങ്ങൾ ഏതെങ്കിലും ഏത് ഫീൽഡിലാണോ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ചാനലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് ആവാം, ഇനി അതുമല്ല എങ്കിൽ മറ്റേ ഓഫീസിലെ ചില കാര്യങ്ങളിലാവാം, ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ട് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കർമ്മയാണത്. ആ കർമ്മ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫൊർഗീവ്നെസ് ചെയ്തിട്ടുണ്ടാവണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടാവണം. പലരുടെയും പല കാര്യങ്ങളിലും ജീവിതത്തിലെ പല വിധത്തിലുമുള്ള പരാജയങ്ങളുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. മനസ്സിലായോ? ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയിൽ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് ഇത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ തക്കതായ ചില കാര്യങ്ങളൊക്കെയും ദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്, യൂണിവേഴ്സ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാതിരുന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്? നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു പ്രോഗ്രസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും യൂണിവേഴ്സിന് ഫൊർഗീവ്നെസ് പറയേണ്ടത് അത്യാവശ്യമാണ്. അവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു രണ്ടാം ജന്മം ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതുവരെയും അനുഭവിച്ചിരുന്ന ചില കഷ്ടതകളിൽ നിന്നും ചില വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല തിരിച്ചറിവുണ്ടായിട്ട് ഒരു ജന്മത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവുകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം. ഇവിടെ ആരെങ്കിലും ഒക്കെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ നിസാരങ്ങളായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി അതൊക്കെയല്ല, വലിയ പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു രണ്ടാമതൊരു ജന്മമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ. കാരണം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു, പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കാം, തോൽവികൾ ഒക്കെയും, ചീറ്റിങ്ങുകൾ, ചതി, വഞ്ചന, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇനിയും നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ഒരു ജന്മമാണ്. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ കടക്കാൻ പോകുന്നു, അത് പഠിക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങളാവും ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 6 ഓഫ് പെന്റക്കിൾസ്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാവുന്നത്. ജോലി ലഭിക്കാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായ അഭിവൃദ്ധി, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്താനുള്ള എനർജിയാണ്. അപ്പോൾ അതിന് നിങ്ങളെ കൊണ്ട് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പ്രോഗ്രസ്സിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ ഈ ഒരു എനർജി 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ഇവിടെ നമ്പർ 6 ആണ്. അപ്പൊ ഇവിടെ 666 ആണ് വന്നിരിക്കുന്നത്. 66, 666 ഒക്കെ കാണുന്നവർ ഉണ്ടായിരിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ. അത് നല്ലൊരു മാറ്റത്തിനുള്ള കാര്യമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും മുന്നോട്ട് ഇങ്ങനെ ഒരു അറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ സാമ്പത്തികപരമായ അഭിവൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുറച്ച് സാമ്പത്തികം കിട്ടിയിരുന്നു എങ്കിൽ പാവങ്ങൾക്ക് കൂടി കൊടുത്ത് സഹായിക്കാമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. കാരണം നല്ലതുപോലെ അഭിവൃദ്ധി ഉണ്ടാകുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്, മാനിഫെസ്റ്റേഷൻ ആണ്. എന്തോ ആഗ്രഹിക്കുകയാണ് ഇവിടെ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സെൽഫ് ലവ് ചെയ്യാം. ചിലപ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. സ്വയം സ്നേഹിക്കുന്ന എനർജി. സ്വയം സ്നേഹിച്ചു കഴിയുമ്പോഴാണ് മറ്റുള്ളവരെ കൂടെ കൂടുതലായിട്ട് സ്നേഹിക്കണമെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ആ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരും, നാച്ചുറലി അത് വന്നിരിക്കും, അല്ല നമ്മൾ വരുത്തിക്കൂട്ടുന്നതല്ല. മനസ്സിലായോ? നമ്മൾ നമ്മളെ സ്വയം നമ്മൾക്കൊരു വില കൽപ്പിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും നല്ല വിലയുള്ള വ്യക്തികളാണ്, നല്ല വർത്ത്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാല്യുബിൾ ആണ് നിങ്ങളെല്ലാം. നിങ്ങളെല്ലാം യൂണീക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ അതുല്യരാണ്. മറ്റുള്ളവരെ ഒന്നും താരതമ്യം ചെയ്യാൻ നിങ്ങളുടെ എനർജിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ സ്ട്രോങ് ആവണം. മനസ്സിലായോ? ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റരുത്. അത്രമാത്രം നിങ്ങൾ ഉയരത്തിൽ വരണം. നിങ്ങൾ നല്ലതുപോലെ സ്ട്രോങ് ആവണം. മറ്റൊരാൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വിച്ച് തന്നെ അവരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ അങ്ങനെ തോൽക്കുകയാണെങ്കിൽ, നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ അവരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ അവരുടെ തടവുകാരായി മാറും. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഗതികേടിലേക്ക് വരാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അതേപോലെ തന്നെ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ പറ്റും. മനസ്സിലായോ? കൂടുതലൊന്നും ആരോടും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളൊന്നും ആരോടും പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? എല്ലാവരുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ മോശമായി കാണാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കാണാനാണ് ആഗ്രഹം. ഒരാളിനും കരയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് ചിരിപ്പിക്കണമെങ്കിലോ സന്തോഷിപ്പിക്കണമെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് പാടുപെടണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വയം സ്നേഹിക്കുക, എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ സാധിക്കും. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴല്ലേ മറ്റ് ചക്രാസ് ആക്റ്റീവ് ആകുന്നത്. അങ്ങനെയല്ലേ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസിലേക്ക് വരാൻ സാധിക്കും. എന്താണ് ജീവിതത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? സ്വയം ഇൻഡ്യൂഷൻ ഉണ്ടാവും. ഇത്തരത്തിലുള്ള എനർജിയിലൂടെ വരുമ്പോൾ സ്വയം ഇൻഡ്യൂഷൻ ഉണ്ടാവും, ഉൾക്കാഴ്ച ലഭിക്കും. അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നടക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ കണ്ടില്ല, ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴെന്താണ്? ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ, ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തീരുമാനിച്ചുറപ്പിച്ച കാര്യം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് നടത്തുക തന്നെ ചെയ്യുമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കിങ്ങിന്റെ എനർജിയിലേക്ക് വരണം നിങ്ങൾ. മനസ്സിലാവും? നിങ്ങൾ ലോ എനർജിയിൽ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളുടെ സ്വിച്ച് അല്ലെങ്കിൽ താക്കോൽ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ ഹൈ എനർജിയിലേക്ക് വരേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും പല പ്രശ്നങ്ങളുമുണ്ട്. അതിനെ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് വന്നാലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കാൻ പറ്റും. മനസ്സിലായി? എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കാനും മറ്റുള്ളവരുടെ റെസ്പെക്ട് നേടാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ് എനർജിയാണ്. കണ്ടില്ലേ? ഒത്തിരി ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മുന്നോട്ട് നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് 2-3 ഓറക്കിൾ കാർഡ്സ് കൂടെ എടുക്കാവേ.
ന്യൂ ബിഗിനിങ്സ് ആണ്. ആർക്കൊക്കെ ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്, പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടുത്തെ ജഡ്ജ്മെന്റിൽ എന്താണ്, പുതിയ ചാപ്റ്റർ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലതിനെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കുന്നു നിങ്ങൾക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പ്രപഞ്ചവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെയും എന്താണ്, തിരിച്ചറിവുകൾ ലഭിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പുതിയൊരു ലൈഫ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നു. ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡെസ്റ്റിനിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പലതും നടക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വിധിയാണ് നിങ്ങളുടെ. അത് 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഒരു തുടക്കം ഇവിടെയും വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് വിധി കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. ഇനി അഥവാ ഇനി ഇപ്പോൾ അനുഭവിച്ചതൊക്കെയും വിധി തന്നെയാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. ഇനിയും നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നുവെങ്കിൽ അതും നിങ്ങളുടെ കർമ്മ തന്നെയാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അപ്പൊ ഇനി നിങ്ങൾ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഡെസ്റ്റിനിയാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ വിധിയാണ്. നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകൂ. നിങ്ങളുടെ വിധി എന്താണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. ഇവിടെ പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു, പുതിയ തുടക്കം വന്നിരിക്കുന്നു. ഇവിടെ 8 ആണ്, അബണ്ടൻസിന്റെ നമ്പറാണ്. നിങ്ങളൊരു സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജിയെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾ സമൃദ്ധിയിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.